ജാമ്യം കിട്ടുന്ന കുറ്റം ചുമത്തി അവർ യെസ് ടോബി, ആ രീതിയിൽ ഇപ്പോൾ കൊച്ചിയിലടക്കം അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിൽ പ്രതിഷേധ റാലികളും സംഗമങ്ങളും സംഘടിപ്പിക്കുന്നു ക്രൈസ്തവ സഭകൾ. ഒപ്പം തന്നെ നിലപാട് ശക്തമായി പറയുന്നുമുണ്ട്. ഈ രീതിയിൽ ഇത് പേടിപ്പിക്കലാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഞങ്ങളെന്ന് പറയുന്നു. ഇത് പേടിപ്പിച്ചിരുത്താൻ ആണെങ്കിൽ അത് നടക്കില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ സുവിശേഷം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് പോകുന്നു? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എവിടെയെങ്കിലും ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ബാധ്യത അത് ഭരിക്കുന്ന സർക്കാരിനാണ്. ആ ഇച്ഛാശക്തി അവർ കാണിക്കണമെന്ന് കൂടി ഉറക്കെ പറയുന്നുണ്ട് വിവിധ ക്രൈസ്തവ സഭകൾ. അവിടെ ഇപ്പോൾ ആരൊക്കെയാണ് ഈ റാലിക്ക് നേതൃത്വം നൽകുന്നത്? ഒപ്പം തന്നെ മറ്റിടങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ സഭകൾക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരും ഇതിന് പിന്തുണ നൽകുന്നുണ്ടോ ടോബി? തീർച്ചയായിട്ടും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, അതായത് BJP ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ് സംസാരിച്ചത്. ഇപ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള VB ബിനു സംസാരിക്കുന്നു. അതുപോലെ തന്നെ റിജി സക്രിയ CPMന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്നാനായ സഭയുടെ ആർച്ച് ബിഷപ്പാണ് മാത്യു മൂലക്കാട്ടാണ് അല്പസമയം മുമ്പ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ മറ്റ് സഭയിൽ നിന്നുള്ള വൈദികരും അതുപോലെ തന്നെ കന്യാസ്ത്രീമാരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ക്രൈസ്തവ സഭയുമായി ബന്ധം സ്ഥാപിക്കാൻ BJP കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു, തുടർച്ചയായി ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ പലപ്പോഴായി പ്രധാനമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഈ ഛത്തീസ്ഗഡിലെ സംഭവം വലിയൊരു വിഷയമായി ഉയർന്നു വരികയാണ്. ഇതിങ്ങനെ തുടർച്ചയായി ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഈ സംഭവം ഉണ്ടായതിന് ഒരു 2 ദിവസം കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും സഭയുടെ നേതൃത്വത്തിൽ മുൻപിൽ നിന്നും വന്നില്ലെങ്കിൽ പോലും അതിനുശേഷം രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നതോടുകൂടി സഭാ നേതൃത്വവും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പരസ്യമായി തന്നെ പറയാൻ തയ്യാറായിരിക്കുന്നു. അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാറ്റി നിർത്താൻ സാധിക്കില്ല, നിരന്തരമുണ്ടാകുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ സമൂഹം അരക്ഷിതരാണ് എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിൽ തെരുവിലേക്കിറങ്ങി ഈ ഒരു പ്രതിഷേധം അറിയിക്കാൻ ക്രൈസ്തവ സഭകൾ തീരുമാനിച്ചത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സഭയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.